എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ ബേഗനെ കണ്ടേ? അത് എന്റെ വീട്ടടുത്താണ് വീട്. അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവളെ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചു. അഖിലിന്റെ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്കിപ്പ് ചെയ്യാതിരുന്ന മൊത്തം കാണുക, അറിഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ചെയ്യാം. ഇന്നലെ ഞാൻ ഇതിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമാക്കിയില്ല, ഉള്ളായിരുന്നു തുറന്ന് പറയാൻ. രാവിലെ എനിക്ക് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചപ്പോഴും ആണോ ഇത് സത്യമാണോ ഇത് ഫേക്കാണോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ വിളിച്ചു തിരക്കി, 2-3 ആൾക്കാരോട് വിളിച്ചു തിരക്കി. പിന്നെ അതുപോലെ തന്നെ ആ കൊണ്ടുപോയ അവൻ്റെ പേര് അനൂപ് എന്ന കണ്ടാണ് അവൻ്റെ കൂട്ടുകാരും അവരുടെ അടുത്തും നമ്മുടെ ഒരു സുഹൃത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അഖിലിൻ്റെ പെണ്ണ് പോയെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ആ പെണ്ണ് മുമ്പത്തെ ദിവസം രാത്രി വരെ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ടാണ് അണ്ണൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തത്. ഇത് ആരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കേസ് കേട്ടാണ്. അവൾ ബർത്ത്ഡേ സമയത്ത് അവനൊരു കാർ എടുത്തു കൊടുത്തു. ആ കാറൊന്ന് കാണണം നിങ്ങൾ. പോട്ടെ, ഒരു കുറവും ഇല്ല. പിന്നെ പറയാം ഞാൻ കാര്യം എന്താണ് എങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് പറയാം. എന്തായാലും നേരത്തെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം. ഇതിന്റെ ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ കാണും. അപ്പം ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ. അടുത്തു പിന്നെ വിചാരിച്ചത് ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പിന്നെ അവർക്ക് മനസ്സിലായി 2 വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. അവള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവൾ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ ധൈര്യശാലിയായി. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേക്ക ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേക്കയില് എന്തെങ്കിലും കണ്ടതിന് മേക്ക മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലെ. ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നത് കുറച്ചും കൂടെ ഒന്ന് അല്ലേ ആവാൻ പറ്റുന്നത്. ഓക്കെ, ഇവന് ആവേശം എന്ന് പറഞ്ഞൊരു പടത്തിൽ അവസരം കിട്ടിയാണ്. അന്ന് അവനെ തള്ളിക്കളഞ്ഞു. ഏത് നമ്മുടെ രംഗണ്ണ ഉണ്ടല്ലോ, ആ പടം വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ ഒരു പടം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പുതുമുഖമായിട്ട് വലിയ ഹിറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷെ ആ ആവേശത്തിൽ അവൻ അഭിനയിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പടം അത്യാവശ്യം ആൾക്കാർ കയറി കാണുകയൊക്കെ ചെയ്തേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിനിമ റിലീസായതിൻ്റെ ഒരു 2-3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ആ പെണ്ണ് വേറൊരുത്തിൻ്റെ കൂടെ പോകാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ബസ് കണ്ടക്ടർ ഇവിടെ പഠിക്കാൻ പോകുന്നിടത്ത് ബസ്സിലെ ഡ്രൈവറാണ്, കണ്ടക്ടറാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? ഇവർ സംസാരിക്കുമ്പോൾ എനിക്ക് പകർന്നുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് ആരും വിശ്വസിക്കാത്തൊരു കേസ് കേട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ. മർച്ചന്റ് നേവിയിൽ അവൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. മർച്ചന്റ് നേവി നല്ല ജോലിയും കാര്യങ്ങളും. അത് വേണ്ടാന്ന് വെച്ചത് നമ്മളെപ്പോലൊക്കെ തന്നെ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ 1 വർഷം പോയ ഒരുത്തനാണ്. 1-2 വർഷം ഞാൻ പോയി. പിന്നെ ലീവിന് വന്ന് ഞാൻ പിന്നെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടുകൂടെ നിന്ന് പോയതാണ്. ഓക്കെ, അവൻ അത് വേണ്ടാന്ന് വെച്ച ഒരുത്തനാണ്. വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ അവൻ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അതും 50-50 ചാൻസേ ഉള്ളൂ. സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കിടക്കുന്നത് എല്ലാം കണ്ട് ഓൺലൈൻ വഴി ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കുന്നു. അതും വേറൊരുത്തനോടെ പോകുന്നു. അവനാണെങ്കിൽ ഒരു രീതിയില്ലാത്ത രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അവളെ ഇനി വേണ്ട. അച്ഛനും അമ്മയും പുറത്തു പോയി. അവർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കുടുംബത്തിലുള്ളൊരു പെണ്ണാണ്. പക്ഷെ അവൾ കാണിച്ച് ചെയ്തിട്ട് തോന്നിവാസം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞാൽ പുള്ളിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇവനിൽ നിന്ന് കിട്ടുന്നില്ല. അത് തന്നെ സംഭവം. അത് മറ്റാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനുള്ള കാര്യം തുറന്നു പറയും. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അവർക്ക് കിട്ടാത്തതുകൊണ്ട് പുള്ളി അങ്ങ് പോയി. അതാണ്. പിന്നെ ഇവനെക്കുറിച്ച് പലയിടത്തും പലത് പറയുന്നുണ്ട്. ഇവനെന്താ പറയട്ടെ, വേറെ പലതുമാണ്. അങ്ങനെ ചില സംസാര രീതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അവന് ഹാപ്പിനെസ് ഉണ്ടാക്കാനും എന്താ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതൊക്കെ തന്നെ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കിയോ. പിന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചത് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് നല്ല തന്തയ്ക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടി പോവുകയാണെങ്കിൽ മൈൻഡ് പൊക്കോ. അത് പക്ഷെ പറഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവനിന്ന് ലോകം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. 10 ആൾക്കാർ നിന്നെ അറിയപ്പെട്ടത് തന്നെ അവനിൽ നിന്ന് മാത്രമാണ്. ഇത് എനിക്ക് പറയണമെന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ. കാരണം അപ്പുറത്ത് അവിടെ അവരെല്ലാവരും നിൽക്കുന്നത് തന്തയ്ക്ക് വിളിക്കണം ഇതുപോലുള്ള ആൾമാരെയൊക്കെ. കാരണം എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. പൈസ മാത്രം നോക്കി നിൽക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കിടക്കും. എല്ലാം ഊറ്റുകയും ചെയ്യും, മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. കണ്ടവന്മാരുടെ കൂടെ കിടക്കുന്ന അവൾമാരും ഉണ്ട്. എന്തു ഞാൻ ആലോചിക്കുക. കാലത്തിൻ്റെ ഒരു പോക്കേ. പിന്നെ പോട്ടെ, അവരെ പാടെ. ഇപ്പം അവർക്ക് ഒരുപാട് കഥകൾ ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും. ഞാൻ അറിഞ്ഞൊരു വിഷയം ഒരു സൈഡിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പോകണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് പോയെന്നാണ് ഒരു ഭാവം എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു വ്യക്തിയോട് ഞാൻ വിളിച്ചപ്പോൾ അയാൾ കറക്റ്റായിട്ട് പറയാൻ ചെയ്ത് ഇവനെ കൊണ്ടൊന്നും പറ്റാത്തില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെന്താ പറയണ്ടേ, അവൻ്റെ കാര്യങ്ങൾ മാത്രം, അവന് കണ്ടന്റ് അതും മാത്രമുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലവർ പറയുന്നത് ഫിനാൻഷ്യലിയും കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്
ഈ കണ്ടക്ടറിൻ്റെ കൂടെ പോയെന്ന് പറയുന്നത് ഇതെങ്ങനെ പോസിബിൾ ആവുമെന്ന് ഞാൻ ആലോചിച്ചു. അയ്യോ, കഥയല്ലേ, നമ്മൾ കൂടുതലായിട്ടൊന്നും. കാരണം എന്ന് വെച്ചാലേ വിശ്വസിക്കാൻ പറ്റുന്നില്ലടേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു കൊച്ചിങ്ങനെ പോകുന്ന ഒട്ടും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കേട്ടത് ശരിയാണ്. ഞാൻ എന്നിട്ട് പിന്നെ ഒരു വീഡിയോസും കൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അറിഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അതാണ്ട് അവൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അവൻ കാർ ഇവക്ക് മേടിച്ചു കൊടുത്തായിരുന്നു. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയും കൂടെ വെച്ച് തരാം. ഇതാണ് കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഇങ്ങനെ നായകനായി പോകുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയോ? ഇത് ഈഗോ എല്ലാം തോന്നി? സന്തോഷമാണ് എല്ലാവർക്കും. തമാശയ്ക്ക് ചോദിക്കുന്നേ. എന്തെങ്കിലും അപ്പൊ ഇനി സിനിമ കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? രണ്ടുപേർക്കും സിനിമ കാണാൻ സെമിനി ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ. കഷ്ടം. ഈ സമയത്തും അവനോട്ട് റിലേഷൻഷിപ്പിലായിരുന്നു അവള്. ഈ ഒരു സമയത്തും റിലേഷൻഷിപ്പാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് അവൻ മേടിച്ചു കൊടുത്ത കാറ് ചേച്ചിക്ക് ഫോർച്ച് കുഞ്ഞായിട്ട് ഞാൻ വെച്ച് തരാം വീഡിയോ. wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my god, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakhs. Okay. Don't open lights, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. അല്ലെങ്കിലും വലിയ കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ ഓടിക്കാൻ അറിയണം. അതും ഒരു ഇതാണ്. അയ്യോ, നിങ്ങൾ വിചാരിക്കും ഞാൻ അവനെ കുറ്റം പറയാൻ വേണ്ടി വന്നതാണ്. ഒന്നുമല്ല, അവൾ കാണിച്ച് തോന്നിയ അവസ്ഥ. എനിക്ക് നല്ല തന്തയ്ക്കും തലക്കൊക്കെ വിളിക്കണം എന്നുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. എനിക്ക് അതുപോലെ പൊട്ടിയിരിക്കുക ഉള്ള കാര്യം പറയുള്ളൂ. പക്ഷെ നമുക്കിതൊന്നും പറയാനും പറ്റത്തില്ല. കാരണം ഇവിടെ അടുത്ത് വീട്ടുകാർ വിട്ടിട്ടുണ്ട്, കുറച്ച് ഗസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു കാര്യം കിട്ടിയത്, ഈ കണ്ടന്റ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാനൊന്ന് മയത്തി ഇങ്ങനെ ഇത് കഴിയുമ്പോൾ ഒന്ന് കൊടുക്കാൻ നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ആ CCTVക്കകത്തെല്ലാം ഉണ്ടായിരുന്നു അവൾ ഇറങ്ങി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അവനവൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാം, ഇന്നപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലായിട്ട് അപ്ലൈസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ചില ആൾക്കാരെങ്ങനെയാണ്, ചില ആൾക്കാർ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി പോവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അടിയോ ഇടിയോ വല്ല തൊഴിയോ ബുദ്ധിമുട്ടോ അങ്ങനെ വല്ലതും ഉണ്ടായോ നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ നമ്മുടെ ആ വീഡിയോസൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തരാം. എന്നിട്ട് ഞാൻ പറയുന്നത് വേറൊരു കാര്യങ്ങളുണ്ട്. പറ്റുവാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങ് പോവാം. ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഏത് രീതിയിൽ എങ്ങോട്ട് എങ്ങനെ പോയി? ഇനി വല്ല പ്രഗ്നൻ്റോ വല്ലതും ആണോ ഈ ഓടിപ്പോകാൻ വേണ്ടി? എന്തായാലും കൊണ്ടുപോയ ആ തന്തയ്ക്ക് പറക്കാത്തവനെ സമ്മതിക്കണം. ഓക്കെ. കല്യാണയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം വിളിച്ചുകൊടുപ്പി കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ? ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിന്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിലി ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. പുള്ളിക്കാരൻ എന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരുന്നത് പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റുന്നതെന്ന് അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ബാഗ് എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അഖിലിന്റെ കുറച്ച് നാൾ മുമ്പത്തെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒന്നും കാണണ്ട ബ്രോ. നമുക്ക് ആ ഒരു മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല, നമ്മളുള്ള സമയത്ത് വേറെ ഒരുത്തൻ്റെ കൂടെ പോയി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത്. കാവലിരുന്നിട്ടുള്ള ടീംസിനെയൊക്കെ എനിക്ക് നല്ല രീതി അറിയാം. നല്ല രീതി വല്ലൊക്കെ വിളിച്ച് പറയാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്ക്. ഓരോരുത്തർക്കൊക്കെ വീട്ടിലോട്ട് വരാനുള്ള സമയം. അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചിട്ടേ പറ്റും. എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ വിവരം ഞാനിപ്പം നമ്മുടെ സുഹൃത്ത് ഇപ്പം ആ പുള്ളിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലിനെ വിളിച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കാം.